ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പോലെ തന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. 2 ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ് ഇല്ലായിരുന്നേ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, 2 പേർക്കും ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ ഇച്ചിരി താമസിച്ച് പോയി. സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു 20 മിനിറ്റ് താമസിച്ച് എഴുന്നേറ്റ്. അതുകൊണ്ട് അരിയൊക്കെ കഴുകി വെള്ളം കുറച്ച് ചൂടായപ്പോൾ അരിയൊക്കെ ഇട്ടു. പകുതി വെള്ളം ഞാൻ വേറൊരു ചെമ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലായിട്ട് വെള്ളം വെക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ. എന്നിട്ട് ആ തിളച്ച വെള്ളവും കൂടെ അരിയൊക്കെ ഇട്ടേക്കുന്ന കലത്തിലേക്ക് ഒഴിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം. അരമണിക്കൂർ മതി. റേഷൻ അരിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇന്നിപ്പോൾ കുറച്ച് രസം വെക്കണം. അരിയൊക്കെ അടുപ്പിലിട്ട് കഴിഞ്ഞിട്ട് രസം വെക്കാൻ വേണ്ടി പോകുക. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു രസം വെക്കണമെന്ന്. മഴയൊക്കെ പെയ്യുമ്പോൾ ഈ രസമൊക്കെ കൂട്ടി ചോറുണ്ണാനൊക്കെ നല്ലതല്ലേ. രസം വെക്കാനുള്ള സാധനങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി, പിന്നെ കുരുമുളക്, വറ്റൽമുളക്, ചെറിയുള്ളി. ഇങ്ങനെ 5 സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം, അരയാൻ പാടില്ല. പിന്നെ 2 തക്കാളി, കുറച്ച് മല്ലിയില വേണം. ഞാൻ സാധാരണ മൺചട്ടിയിലാണ് രസം വെക്കുന്നത്. ഇപ്പം മീൻകറി ഇരിപ്പുണ്ട് ചട്ടിയിൽ, അതുകൊണ്ട് ചീനച്ചട്ടിയിലാണ് രസം വെക്കാൻ പോകുന്നത്. മീൻകറി തലേ ദിവസത്തേതാണ്, അതിനി നന്നായിട്ട് തിളപ്പിച്ച് വെക്കണം. പിന്നെ രസം വെക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിക്കാൻ പോകട്ടോ. എണ്ണയൊക്കെ കട്ട കെട്ടിയിരിക്കുക. വലിയ തണുപ്പൊന്നും ആയി തുടങ്ങിയില്ല, എന്നാലും വെളുപ്പിനൊക്കെ നല്ല തണുപ്പുണ്ടാവും. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്തിട്ട് 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകവും കൂടെ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും വറ്റൽമുളകൊക്കെ ചതയ്ക്കുന്ന കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജീരകം ചേർത്തിട്ടില്ല. ഇവിടെ ജീരകം ചേർക്കുന്ന ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ജീരകം ചേർക്കാതെയാണ് വെക്കുന്നത്. ഞാൻ ഇതുവരെയും രസപ്പൊടി മേടിച്ചിട്ട് രസം വെച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റായി ഈ ഒരു രസം. 2-3 ദിവസത്തേക്ക് കണക്കാക്കി വെക്കും. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ തലേ ദിവസം വെച്ചതിനേക്കാളും ടേസ്റ്റ് ആവുകയും ചെയ്യും. ഈ ഒരു മസാല നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ ഒരു പച്ചക്കുത്ത് വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ് ഈ ഒരു രസം വെക്കാൻ വേണ്ടിയിട്ട്. മസാല 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് മൂപ്പിക്കണം. അത് കഴിഞ്ഞ് തക്കാളി, ഉപ്പ്, കറിവേപ്പിലയൊക്കെ ചേർത്തു. തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയാണ്. പിന്നെ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി, ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാം. പിന്നെ വെല്ലമൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മീൻ പീരയിൽ കുടംപുളി ഇട്ടിട്ട് പറഞ്ഞത് വാളംപുളി എന്നാണ്. ഒരു 3-4 കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വാളംപുളിയാണോ കുടംപുളിയാണോ ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ട്. കുടംപുളി കേട്ടോ, ഞാൻ വാളംപുളി ഇട്ട് വെക്കാറുമില്ല, ഇതുവരെ വെച്ചിട്ടുമില്ല കേട്ടോ. കുടംപുളി ഇട്ടിട്ടാണ് മീൻ പീര വെക്കുന്നത്, പറഞ്ഞത് മാറിപ്പോയതാ. അതുപോലെ തന്നെ ചക്ക ബിരിയാണി വെക്കുമ്പം തേങ്ങ ഇടാതെയാണ് വെക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഒരു 10-15 ചെറിയുള്ളി നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ്. അതും ഞാൻ പറയാൻ മറന്നു കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന ഓരോരോ അബദ്ധങ്ങളാണ്. പിന്നെ രസത്തിലേക്ക് പാകത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും ഇട്ടു. മല്ലിയില ഇട്ടു, കുറച്ച് കായവും ഇട്ടു. മല്ലിയില നിർബന്ധം കേട്ടോ രസത്തിന്. ചില രസമൊക്കെ വെക്കുമ്പം തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. തിളച്ചാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഞാൻ ഇറച്ചി മസാലയൊന്നും ചേർക്കാറില്ല, ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. സവാള, പച്ചമുളകൊക്കെ ചേർത്ത് വെക്കാം. ഞാനിപ്പോൾ മുളകും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് എണ്ണ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നു. ഒട്ടും വെള്ളം ഒഴിക്കില്ല. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കും. അത് കഴിഞ്ഞ് പിന്നെ തുറന്ന് വെച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കും. എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇന്നലെ പള്ളിയിൽ പോകണമായിരുന്നു, പ്രാർത്ഥനയുണ്ട് പള്ളിയിലെ. അതുകൊണ്ട് രാവിലെ പണികളെല്ലാം തീർത്ത് പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് പള്ളിയിലേക്ക് പോകണം. രാവിലെ പിള്ളേർക്ക് 2 പേർക്കും കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ എടുത്തപ്പോഴാണ് ഞാൻ തലേദിവസം കുപ്പി കഴുകി വെച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. എത്ര പ്രാവശ്യം വിളിച്ചു അക്കുനെ ഞാൻ രാവിലെ വിളിച്ച് മടുത്തു. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് എഴുന്നേക്കും, ചിലപ്പോൾ കുറേ താമസിച്ചായിരിക്കും എഴുന്നേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നിട്ട് അവസാനം ഞാൻ പോയി പറഞ്ഞു, ഇനി ഞാൻ വന്ന് വിളിക്കത്തില്ല, സ്കൂളിൽ പോകണമെങ്കിൽ എഴുന്നേറ്റോ എന്ന് പറഞ്ഞപ്പം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. 2 ദിവസം അവധി കിട്ടി. പിന്നെ ശനിയാഴ്ച ക്ലാസ്സില്ല. വെള്ളിയാഴ്ച ഒരു ദിവസമായിട്ട് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ടുള്ള മടിയാണ്. എന്നോട് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ പോകണോ, ഒരു ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ ഒരു മടി കൊണ്ടാണ്. പിള്ളേർ 2 പേരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞു പള്ളിയിലേക്ക് പോകുക.
വൈകുന്നേരം വന്നിട്ട് കുറച്ച് പായസം വെക്കാൻ വേണ്ടിയിട്ട് ചൗവരി ഞാൻ കുതിർത്തൊന്നുമില്ല, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. മൊത്തം വെന്തിട്ടില്ല, ഒരു ശകലവും കൂടെ വേകാനുണ്ട്. അതിപ്പോൾ പാലിൽ ഇട്ടിട്ട് ബാക്കി വേവിച്ചെടുക്കുക കേട്ടോ ചെയ്ത്. സേമിയ നെയ്യിലൊന്ന് വറുത്ത് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, പാല്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇനിയിപ്പോൾ സേമിയ വേകുന്ന കൂടെ തന്നെ ചൗവരിയും കൂടെ വെന്ത് വരും. എല്ലാം നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. ലാസ്റ്റ് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ടു. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. പായസമൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് പായസമൊക്കെ കൊടുത്തിട്ടുണ്ട്. 4:30 ആകുമ്പം കുഞ്ഞിപ്പെണ്ണ് വരും, 5:30 ആവും അക്ക് വരുമ്പോഴത്തേക്ക്. അമ്മച്ചിയും ചേട്ടായി ഉണ്ട് ഇവിടെ. രണ്ടുപേരും ഉച്ചമയക്കത്തില്ല. രണ്ടുപേരെ ഞാൻ വിളിച്ചില്ല, അവർ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് ഏതായാലും കഴിക്കാൻ കൊടുത്തു. വലിയ ചൂടൊന്നുമില്ല അമ്മ, വലിയ ചൂടൊന്നുമില്ല, പക്ഷെ സൂപ്പറായിട്ടുണ്ട്. സേമിയ പായസം തണുത്ത് കഴിഞ്ഞിട്ട് നല്ല ക്രീം പരുവത്തിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സാധാരണ സേമിയ പായസം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് കുടിച്ചു. പിന്നെ അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അമ്മച്ചി സേമിയ പായസം കുടിക്കുകയില്ല, ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുക. പൊടി കൂടുതലാണോ അമ്മച്ചിക്ക്? അമ്മച്ചി പറഞ്ഞിട്ടാണ് രണ്ടാമത് ഇച്ചിരി ഇട്ടത്. ഞാൻ കുടിച്ചു. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോയാ. കുറേ ആയിട്ട് കാട്ടാടിനൊന്നും കാണുന്നില്ലായിരുന്നു. രാത്രിയിലൊക്കെ കരയുന്ന കേൾക്കാം, പകലും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കരയുന്ന കേൾക്കാം. രാത്രിയിലാണ് കൂടുതലും കരയുന്ന കേൾക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ കാട്ടാട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നേ. ഇന്നിപ്പോൾ വീഡിയോ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നത്. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ക്ലാസ്സിൽ പോയിട്ട് വന്ന് അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് താമസിച്ചാട്ടോ വരുന്നത്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് പച്ചരി ആട്ടോ എടുത്ത്. അത് കുതിർത്ത് കഴുകി മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ പഞ്ചസാര മതി. ഞാനിപ്പോൾ 1.5 എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഇത്തിരി വലിപ്പമുള്ളതാണ്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ 3 അല്ലി വരെയൊക്കെ എടുക്കാം. തൊലിയോട് കൂടിയാട്ടോ എടുക്കണ്ടേ. പിന്നെ ഒരുപാട് വെള്ളം ആവരുത്, ഒത്തിരി വെള്ളം ആവാതെ ഇതെല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കാം. തേങ്ങ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. തേങ്ങ ഒരുപാട് അരയണ്ട. ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ആദ്യം ഒന്ന് അരയ്ക്കാം. ഒരു 1/4 ഭാഗം അരവായി കഴിയുമ്പോൾ തേങ്ങ ഇട്ടിട്ട് അരച്ചാൽ മതി. ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ. നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അരച്ചല്ലേ എടുക്കുന്നത്, അത്രയും അരയണ്ട. ചെറിയ തരിതരിപ്പോട് കൂടി കേട്ടോ അരച്ചെടുത്ത്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം കണക്കായി. ഇനി ഇത് പൊങ്ങി വരുമ്പോഴത്തേന് ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ നമുക്ക് കോരി ഒഴിക്കാനൊരു പാകം കേട്ടോ. നമ്മളിത് കള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. ഒരുപാട് പരത്തില്ല, ഇത്തിരി കട്ടിയിൽ വട്ടം കുറച്ച്. രാത്രിയിൽ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടക്കറിയൊക്കെ വെക്കണം. അതുകൊണ്ട് രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചേ. പിന്നെ ചക്കക്കുരും മുരിങ്ങയിലയും കൂടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും ചെറിയുള്ളിയും വെളുത്തുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾ, കാന്താരി എല്ലാം ഒന്ന് ചതച്ചെടുത്തു. ചക്കക്കുരു അരപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. കടുക് വറക്കണമെങ്കിൽ വറക്കാം, ഞാനിപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. ചീരയാണേലും നല്ലതാട്ടോ ഇങ്ങനെ തോരൻ വെച്ചാൽ. ചക്കക്കുരു മുരിങ്ങയിലയും അല്ലെങ്കിൽ രസമൊക്കെ ഇരിപ്പുണ്ട്. രസം ഞാൻ വെക്കുമ്പോൾ 2-3 ദിവസത്തേക്ക് കണക്കാക്കി എപ്പോഴും വെക്കുന്നത്. ചൂടുള്ള
മഴ പെയ്യുന്നതുകൊണ്ട് ഈ പുറത്ത് നടയിൽ ഭയങ്കര ചെളിയാണ്. ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ കഴുകേണ്ടി വരും, രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും കഴുകേണ്ടി വരും. അതുപോലെ അഴുക്കും ചെളിയൊക്കെ ഉണ്ടാവും. നമ്മൾ വീടിൻ്റെ അകവും പുറമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പക്ഷേ മഴക്കാലത്ത് പ്രത്യേകിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണമല്ലേ, അല്ലെങ്കിൽ ഓരോരോ അസുഖങ്ങളൊക്കെ വരികയല്ലേ. മഴക്കാലത്ത് വീടിന് ചുറ്റുമായിട്ട് എന്തെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ, ചിരട്ട അല്ലെങ്കിൽ കുപ്പികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാല് കീറി വെള്ളം ഒഴുകിപ്പോകുന്ന പോലെയൊക്കെ ആക്കി വെക്കണം. തെന്നി വീഴുന്ന പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കുക. വലുതാകുമ്പോൾ ഈ ആവേശമൊക്കെ കണ്ടാൽ മതി കേട്ടോ. ഇപ്പൊ ചെയ്യുന്ന പോലെ വലുതാകുമ്പോഴും ചെയ്യണം. അന്നേരം നിന്നെ മക്കിയിട്ട് നോക്കി കാണത്തില്ല. ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കൊതുകൊക്കെ വളരാനുള്ള സാധ്യതകളെല്ലാം നമ്മൾ ഒഴിവാക്കണം. മഴക്കാലത്ത് വീടിൻ്റെ ജനലിലും വാതിലിലും ഒക്കെ ഒരു പൂപ്പലും, പിന്നെ അകത്തൊക്കെ ഒരു നമ്മൾ വാതിലും ജനലും ഒക്കെ എപ്പോഴും ഇങ്ങനെ മഴ ഭയങ്കരമായിട്ട് പെയ്യുമ്പോൾ അടച്ചിട്ടേക്കുമായിരിക്കുമല്ലോ, അങ്ങനെ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ. ആ മണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഡെറ്റോളോ അല്ലെങ്കിൽ പുൽത്തൈലോ എന്തെങ്കിലുമൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഡൈനിങ് ടേബിളും അടുക്കളയിലെ പാതകവും വാതിലും ജനലും കസേരയും മേശയും എല്ലാം തുടച്ച് വൃത്തിയാക്കിയാൽ മതി. നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് തറ നല്ലപോലെ ഉണങ്ങിയിട്ടേ ചവിട്ടിയൊക്കെ ഇടാവുള്ളൂ. അതുപോലെ അകത്ത് തുണിയൊക്കെ വിരിച്ചിട്ട് ഉണക്കുവാണെങ്കിലും മൊത്തം ഒരു ഈർപ്പവും തണുപ്പും പിന്നെ ഒരു മണമൊക്കെ ഉണ്ടാവും. അകത്ത് വിരിച്ചിടാതെ വേറെ സ്ഥലമോ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് അബാക്കസിൻ്റെ ക്ലാസ്സിന് പോയിട്ട് വന്ന് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ടിവിയുടെ ഒക്കെ കൂടെ കരയുന്നുണ്ട്. മഴ ഇപ്പോൾ ഇന്ന് പെയ്തിട്ടില്ല. പായസം നല്ല തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ക്രീം പരുവത്തിൽ ആയിട്ട്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.